പിടിച്ച് കേറ്റവളെ. അയ്യോ സാറേ, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവള് ചെയ്തതെന്താണെന്ന് അറിയണോ? നാട്ടിലെ മാന്യനായ ഒരാളെ തലനിർത്തി മർദ്ദിച്ചും പോരാഞ്ഞ് അയാളുടെ കാർ എടുത്ത് സ്ഥലം വിട്ടിരിക്കുന്നു. കാറിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു ഞഞ്ഞാമിഞ്ഞ കഥയും. വാവച്ചൻ മുതലാളിയുടെ ദേഹത്ത് കൈവച്ചിട്ട് സുഖിച്ച് കയ്യെന്ന് കരുതോടി നീ. സ്റ്റേഷനിലെത്തട്ടെ. സാറേ സാറേ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാറിക്കോട്ട് സാറേ, എന്റെ മോളെ വിട് സാറേ. അമ്മേ, വായടിച്ച് വെറുതെ ഇരിക്കണയോടെ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ മര്യാദക്കിരുന്നോ? എന്നോട് പറഞ്ഞതല്ലേ. അവള് സ്കൂളിൽ നിന്ന് വന്നപ്പോ കുറെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോയി. നിങ്ങൾക്ക് പറയാൻ ന്യായങ്ങൾ കുറെ കാണും. പക്ഷെ വാവച്ചൻ മുതലാളി പരാതി തന്നിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. കാറ് തടഞ്ഞു നിർത്തി നിങ്ങൾ മനഃപൂർവ്വം മർദ്ദിച്ചെന്നും കാറുമായി കടന്നുവെന്നാണല്ലോ. സർ, അതൊക്കെ കള്ളോ. അയാള് കുട്ടിയെ ഇടിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിച്ചപ്പോഴാ ഞാൻ കാറ് തടഞ്ഞത്. കുട്ടിയെ കാറടിച്ചത് നിങ്ങൾ കാറോടിക്കുമ്പോഴായിക്കൂടെ? മുതലാളി അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞതാ സത്യം. അതിന് സാക്ഷികളും ഉണ്ട്. ഓ, ഇക്കാലത്ത് സാക്ഷി പറയാൻ ആളെ കിട്ടാനാണോ പ്രയാസം? മുതലാളി വിചാരിച്ച 100 പേരെ സാക്ഷികളാക്കി ഇപ്പോഴേ കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് സാക്ഷിയുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. പിന്നെ ഇവിടെ തടിമെടുക്കുള്ള പോലീസുകാർ ഇഷ്ടം പോലെയുണ്ട്. അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യിച്ച് ഇടിച്ചു പിഴിഞ്ഞ് നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല മയത്തി ചോദിക്കുന്നത്. അത് ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ടാ. സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടാ 40 രൂപ ബാലൻസ് ഉണ്ട്. ആരാ? എന്താ? എന്റെ മോള്. മോളോ? ഏത് മോള്? എന്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മോളുടെ പേര്? അല്ലി. ഓ, കാർ മോഷണം അകത്തുണ്ട്. സാറ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. മാഡം, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. ക്വസ്റ്റ്യനിങ് കഴിയട്ടെ, എന്നിട്ട് കാണാം. മാഡം പ്ലീസ് സഹായിക്കണം. എനിക്കൊന്ന് കണ്ടാ മതി. താൻ കിടന്ന് പിടയ്ക്കാത്തോടും അവിടെ നിൽക്കേ. കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പറയാ. കേസ് മുന്നോട്ട് പോയാൽ കുട്ടിക്ക് തന്നെയാ ദോഷം. കുറ്റം അറിയാലോ, ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാ. അതോടെ ജോലിയും പോവും. അതുകൊണ്ട് കേസില്ലാതെ ഒതുക്കുന്നതാ ബുദ്ധി. കുട്ടിയുടെ ഭാവിയെ കരുതി ഞാൻ മുതലാളിയോട് സംസാരിക്കാം, ഒത്തുതീർപ്പാക്കാം. തഞ്ചത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ മതി. വലിയ പണക്കാരനാ അദ്ദേഹം. കൂടെ എന്നാ പല നേട്ടങ്ങളുണ്ടാവും കുട്ടിക്ക്. നല്ല മനുഷ്യനാ. അങ്ങനെ പണക്കാരന്റെ തഞ്ചത്തിന് നിന്ന് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. നാണല്ലല്ലോ നീ.